ഹലോ, നമ്മളിന്ന് റാഗിയും ഓട്സും വെച്ചിട്ട് ഒരു നല്ല അടിപൊളി വെജ് പാൻകേക്ക് ആട്ടോ ചെയ്യുന്നത്. നമുക്ക് രാത്രിയോ രാവിലെയോ എപ്പോൾ വേണമെങ്കിലും വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഫുഡാണ് ഇത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു പച്ചമുളക്, ചെറിയ എരിവില്ലാത്ത പച്ചമുളകാണെങ്കിൽ ഒരെണ്ണം എടുത്തോളൂ, എരിവുള്ളാണെങ്കിൽ അതിൻ്റെ പകുതി എടുക്കാം. അതുപോലെ നമ്മളൊരു 2 ടേബിൾ സ്പൂൺ സവാള, കൊത്തി അരിഞ്ഞ സവാള എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ക്യാബേജ് കൊടുത്തിട്ടുണ്ട്, ക്യാരറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള അളവിൽ എടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 2 പിഞ്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ റാഗി പൗഡറാണ് എടുക്കുന്നത്. റാഗി പൗഡറും ഓട്സും ആണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ റാഗി നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ പകുതി ഓട്സ് എടുക്കാം. 1 കപ്പ് റാഗി എടുത്താൽ 1/2 കപ്പ് ഓട്സ് എടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ കിട്ടും കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഉണ്ടല്ലോ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നിർബന്ധമില്ല, ഒഴിക്കണം നല്ലതായിരിക്കും. കാരണം നമ്മൾ വേറെ ഓയിലൊന്നും വെച്ചിട്ടല്ല ഇത് ചുട്ടെടുക്കുന്നത്. എന്നിട്ട് അതും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ദോശ പരത്തും പോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഭയങ്കര നൈസായിട്ട് പരത്തരുത്, കുറച്ച് കട്ടിക്ക് തന്നെ പരത്തിയെടുക്കണം കേട്ടോ, പാൻ കേക്ക് പോലെ. എന്നിട്ട് ഇതൊരു 2 മിനിറ്റ് നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് വേവിക്കുക കേട്ടോ. കാരണം കട്ടിക്കല്ലേ നമ്മളിത് ചുട്ടെടുക്കുന്നത്, അപ്പോൾ അത് വേവാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വയ്ക്കാം. അങ്ങനെ 2 ഭാഗവും മൂടി വെച്ച് തന്നെ വേവിക്കണം കേട്ടോ, 2 മിനിറ്റ് വീതം. ഒരുപാട് നേരമൊന്നും വേണ്ട, 2 മിനിറ്റ് വീതം മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് ഒരാൾക്ക് ഈ ഒരെണ്ണം കഴിച്ചാൽ മതി കേട്ടോ. നമുക്ക് പിന്നെ വിശക്കുകയില്ല ഈ ഒരു ദോശ കഴിച്ചാൽ തന്നെ. അത് നമുക്ക് ചട്നി ആയിട്ട് സെർവ് ചെയ്യാം കേട്ടോ. തേങ്ങയില്ലാത്ത ചട്നിയോ അല്ലെങ്കിൽ കോക്കനട്ട് ചട്നിയോ വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ. പിന്നെ വെജിറ്റബിൾസ് ഒരുപാടുള്ളതുകൊണ്ട് നമുക്ക് ഇത് ഒരെണ്ണം തന്നെ ഒരാൾക്ക് മതിയാവും കേട്ടോ. ഡിന്നറിന് മാത്രമല്ല കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. താങ്ക്